ആദിയിൽ സത്തും അസത്തുമില്ലായിരുന്നു. സൂര്യചന്ദ്രന്മാരില്ലായിരുന്നു. ജനന മരണങ്ങളില്ലായിരുന്നു. നിർഗുണവും നിരുപാധികവുമായ ഒരു മഹാചൈതന്യബോധമായിരുന്നു ആദിപ്രപഞ്ചം. ആ അജ്ഞാനാവൃതമായ ചൈതന്യബോധത്തിൽ നിന്നും സൃഷ്ടിക്കു വേണ്ടിയുള്ള ദാഹമുണർന്നു. അതിൽ നിന്ന് സമസ്ത ചരാചര ജന്മത്തിൻ്റെ ആദിമ കാഹളം പോലെ നാദവിസ്ഫോടനം. നാദബ്രഹ്മത്തിൻ്റെ ഓങ്കാരനാദത്തിൻ്റെ മഹോദയം. നാദത്തിൽ നിന്ന് ആകാശം, ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് ജലം. പഞ്ചഭൂതനിർമ്മിതമായ പ്രപഞ്ചത്തിൻ്റെ വിശാലമായ ജലപ്പരപ്പിൽ ആദിഭഗവാൻ ആലിലയിൽ പള്ളികൊണ്ടു. കൺതുറന്ന് പ്രപഞ്ചത്തെ നോക്കി ആ വിഷ്ണു ചൈതന്യം ചോദിച്ചു, ഞാൻ ആരാണ്? എന്നെ സൃഷ്ടിച്ചതെന്തിന്? മഹാമായാദേവി അപ്പോൾ പ്രത്യക്ഷയായി സൃഷ്ടികർമ്മത്തിൻ്റെ ആവശ്യകത ഉണർത്തിച്ചു. പരമ്പൊരുളായ ഭഗവാനും ശക്തിസ്വരൂപിണിയായ മായാദേവിയും അനന്തരം ചരാചര പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർമ്മങ്ങൾക്കായി ഒത്തുചേർന്നു. ആദ്യം മഹാവിഷ്ണു. മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവ്, പിന്നെ ബ്രഹ്മപ്രജാപതിയുടെ ഭ്രൂമധ്യത്തിൽ നിന്ന് ശ്രീ പരമേശ്വരൻ, അരക്കെട്ടിൽ നിന്ന് അസുരന്മാർ, വദനത്തിൽ നിന്ന് ദേവന്മാർ, പിന്നെ പിതൃക്കൾ, മനുഷ്യർ, ഒപ്പം രാവും പകലും സന്ധ്യയും നിലാവും. സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളാൽ വ്യഷ്ടിരൂപവും സമഷ്ടിരൂപവുമാർന്ന് ചരാചര പ്രപഞ്ചം വളർന്നു. ആദിവൃക്ഷ സമമായി മഹാപ്രപഞ്ചം സുഖദുഃഖങ്ങളുടെ ഫലങ്ങൾ പേറി നിന്നു. വേരുകൾ ത്രിഗുണങ്ങൾ, സത്വം, രജസ്, തമസ്. ആ മഹാവൃക്ഷത്തിൻ്റെ രസം ധർമാർത്ഥ കാമമോക്ഷങ്ങൾ. പിന്നെ മഹാപ്രപഞ്ചവൃക്ഷത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾ, ഷഡ്സ്വരൂപങ്ങൾ, സപ്തധാതുക്കൾ, നവദ്വാരങ്ങൾ, ദശപ്രാണങ്ങൾ. അവയിലൂടെ നാം അറിയുന്ന പ്രപഞ്ചം യാഥാർത്ഥ്യമായി. അവിടെ മനുഷ്യൻ പിറന്നു. കീഴടക്കപ്പെടേണ്ടവയാൽ അവൻ കീഴടങ്ങുന്ന കാഴ്ചയ്ക്ക് കാലം സാക്ഷ്യം വഹിച്ചു. സിംഹാസനങ്ങൾ ഉയർന്നു. ദേശസീമകൾ ചമയ്ക്കപ്പെട്ടു. അടർക്കളങ്ങളിൽ ചോരപ്പുഴകൾ ഒഴുകി. കാലം അന്നും സാക്ഷിയായി നിന്നു. ദേവദിനങ്ങൾ ദേവവർഷങ്ങളായി, യുഗങ്ങളായി. സ്ഥിതിയുടെ മഹാമൂർത്തിയായ ഭഗവാൻ ക്ഷിതിയിൽ അധർമ്മങ്ങൾ അധികരിച്ചപ്പോഴൊക്കെ അവതാരങ്ങൾ കൈക്കൊണ്ടു. രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ ഖഡ്ഗീ ജനാർദ്ദന കൃഷ്ണ ഖഡ്ഗീ ജനാർദ്ദന. സമസ്ത ലോകവന്ദിതം കൃഷ്ണാവതാരം. ആ സമ്പൂർണ്ണാവതാരത്തിന് നിമിത്തമായി ഭവിച്ച അധർമ്മഭരിതമായ ഒരു കാലത്തിൻ്റെ കഥയിൽ കൃഷ്ണകൃപാസാഗര സമാരംഭം. കൃഷ്ണ 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 കൃഷ്ണകൃപാസാഗരം കൃഷ്ണകൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം. കൃഷ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടേണം കണ്ണ. നിന്നുടിപ്പീലിയും
നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടണം കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ കൃപാസാഗരം. നീരത ശ്യാമളം കോമളം തനുവണിയുമൊരാവനമാലയും ചേലയും കാഞ്ചിയും തിരുകൗസുഭമണിയും മാറണിഞ്ഞ ഹരിചന്ദനാഭയോടു കാണണം മനസ്സി ഗോപബാലനെ കേളിയാടി വന വേണുതിരസലാസ്യ ഭാവമൊടു രാസലീല തുടരൂ. കൃഷ്ണ കൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം. കൃഷ്ണ നിമ്മുടി പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടണം കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ കൃപാസാഗരം. കാളിയ മർദ്ദനം നർത്തനം യദുകുലപരിപാലനമാകുലം തീർക്കുവാൻ പാർത്ഥനെ വരഗീതകളരുളിയ മീന കൂർമ്മ കിഴി നാരസിംഹവടു രാമ രാമ ബലരാമ കൃഷ്ണന കൽക്കിയായി ദശരൂപമാർന്നതും വാസുദേവ മധുസൂദനായ നൃഹരേ. കൃഷ്ണ കൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം. കൃഷ്ണ നിൻമുടി പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടണം കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ കൃപാസാഗരം. ആസുരതകൾ അധികരിച്ച ദ്വാപരയുഗാന്തകാലം. ദേവാസുര യുദ്ധത്തിൽ വധിക്കപ്പെട്ട അസുരന്മാർ ഭൂമണ്ഡലത്തിൽ അവതരിച്ച് സുരന്മാരായ കാലം. എങ്ങും ഗർവാധർമ്മങ്ങൾ, എങ്ങും ഭീകരതയുടെ ഘോരതാണ്ഡവം, ഗളച്ഛേദങ്ങൾ, തപോഭംഗങ്ങൾ. അയ്യോ ദയവ് ചെയ്ത് ഞങ്ങളുടെ ഗോക്കളെ ഒന്നും ചെയ്യല്ലേ, ഗോക്കളെ ഉപദ്രവിക്കല്ലേ. ഗോക്കളെ ഉപദ്രവിക്കല്ലേ. അയ്യോ രാജകൽപ്പനയാണ് ഇക്കഴിച്ചാൽ.
കൊട്ടാരത്തിൽ ഇന്ന് 10,000 പേർക്ക് സദ്യ, മൃഷ്ടാന്നം, വിശേഷാൽ വിഭവം, ഗോമാംസം. മര്യാദയ്ക്ക് പശുക്കളെ വിട്ടു തന്നാൽ സദ്യക്ക് കൊട്ടാരത്തിലെത്തി 2 കഷ്ണം നുണയാം. എതിർത്താൽ അയ്യോ, ഗോക്കളെ കൊന്നു എന്നുകയോ? മഹാഭാവം, പശു ഗോമാതാവാണ്. ഗോമാതാവോ? കൊള്ളാം. അസുരരാജ്യത്ത് പശുക്കൾ ഗോമാതാക്കളല്ല, വെറും മാംസദാതാക്കൾ. അയ്യോ, ഗോക്കളെ ഉപദ്രവിക്കരുതേ. കൊട്ടാരത്തിൽ അറിയിച്ചോ കല്യാണം? അറിയിച്ചു വന്ന ചോദ്യം. ഇല്ല, മഹാരാജാവിനെ ക്ഷണിക്കാൻ മാത്രം വലിയവരല്ല ഞങ്ങൾ, സാധുക്കളാണ്. ധിക്കാരി, നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ മഹാരാജാവ് എന്താ ഭിക്ഷാം തേകിയോ? പെണ്ണിനെ അന്തഃപുരത്തിൽ കാഴ്ചവെച്ച് അനുമതി വാങ്ങിയോന്നാ ചോദിച്ചത്. മാറ്റവളുടെ ശിരോവസ്ത്രം. മഹാറാണിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ദയവ് ചെയ്ത് ഞങ്ങൾ ഉപദ്രവിക്കരുത്. ഇറങ്ങു പുറത്ത്. രാജഭോഗം കൊടുക്കാതെ സുഖിച്ചു വാഴാമെന്ന് കരുതി ഇല്ലേ? അയ്യോ, ഞങ്ങൾ കൊടുംചതിക്ക് അതിരില്ലെന്നോ ഈശ്വര. കൊണ്ടായിരുന്ന പൈക്കളിൽ എത്ര എണ്ണത്തിന് രാജഭോഗം എന്ന കള്ളവും പറഞ്ഞ് കവർന്നു. ബാക്കിയുള്ളവയെ പോറ്റി ജീവിക്കാൻ പോലും അനുവദിക്കില്ല എന്ന് വെച്ചാ. അനുവാദങ്ങളില്ല, ആജ്ഞകൾ മാത്രമേ ഉള്ളൂ. നടക്കൂ കാരാഗൃഹത്തിലേക്ക്. എന്തിന്? എന്ത് പിഴവിന്? എന്തു പിഴവിന്? ഒന്നും ചെയ്യല്ലേ അച്ഛനെ, ഒന്നും ചെയ്യല്ലേ. Ha ha ha!
കലികാലത്തിൻ്റെ സമാഗമ സൂചനയെന്ന വണ്ണം ആസുരഭരണത്തിൻ്റെ അധർമ്മനീതികൾ ആർഷഭാരതദേശത്തെ ഗ്രസിച്ച ദ്വാപരയുഗാന്തകാലം. അധർമ്മഭാരാക്രാന്തയായ ഭൂദേവി പാതാളത്തിലേക്ക് നിപതിച്ചാലോ എന്ന് ഭയന്ന കാലം. സർവചരാചരക്ഷേമത്തിനായി ധർമ്മസംസ്ഥാപന പ്രാർത്ഥനയോടെ ധരാദേവി ധേനുരൂപം ധരിച്ച് ബ്രഹ്മസവിധത്തിലെത്തി. മഹാമേരുവിൽ മരുവുന്ന മനോവതി എന്ന സൃഷ്ടിനാഥ നഗരിയിലെ സമസ്ത ചരാചര പിതാമഹ സവിധത്തിലേക്ക്. ബ്രഹ്മാത്മഭൂ സുരജ്യേഷ്ഠ പരമേഷ്ഠി പിതാമഹ ഹിരണ്യഗർഭോ ലോകേശ സ്വയംഭൂ ചതുരാനന ധാതാബ്ജയോ ദ്രുഹിണോ വിരിഞ്ച കമലാസന. സ്വാഗതം ധരാദേവി. പരമ്പൊരുളായ ബ്രഹ്മദേവന് ശതകോടി പ്രണാമം. ദേവിക്ക് എന്താണ് ഉണർത്തിക്കാനുള്ളത്? ദാതാവായ ബ്രഹ്മദേവ, അധമന്മാരായ അസുര രാജാക്കന്മാരുടെ ആധിക്യത്താൽ എന്റെ ഭാരം ദുസ്സഹമായിരിക്കുന്നു. എങ്ങുമെങ്ങും ധർമ്മച്യുതികൾ, എവിടെയും മല പോലെ വളരുന്നത് അനീതി. സന്മാർഗചാരികൾക്ക് സമാധാനമില്ല, ശാന്തിയില്ല, സുരക്ഷിതത്വമില്ല. ഞാൻ എന്തു ഭാരവും താങ്ങാം വിഭോ, പക്ഷേ ദുർജന ഭാരം അത് വയ്യ. അസുരഭാരത്താൽ ഈയുള്ളവൾ പാതാളത്തിലേക്ക് നിബന്ധിച്ചേക്കുമെന്ന് ആശങ്കപ്പെടുന്നു. ഇവളിൽ ദയുണ്ടായി സാരസ്വഭാവനായ വിരിഞ്ച ഭഗവാൻ രക്ഷാമാർഗം അരുൾ ചെയ്താലും. ദേവി സമാധാനിക്കൂ. പരിഹാരം പരമാത്മാവായ വൈകുണ്ഠനാഥനിൽ നിന്നുണ്ടാകും. ധരാദേവി, ഭവതിയുടെ രക്ഷാർത്ഥം സർവേശ്വരനായ ഭഗവാൻ മഹാവിഷ്ണുവിനോട് സങ്കടമുണർത്തിക്കാൻ നാം ശ്രീപരമേശ്വര സമേതം ശ്വേതദ്വീപത്തിലേക്ക് ചെല്ലുകയാണ് ഉചിതം. പ്രഭു. ദേവി, ആദ്യം കൈലാസം. വന്ദേ ശംഭുമുമാപതിം സുരഗുരും വന്ദേ ജഗൽകാരണം വന്ദേ പന്നഗഭൂഷണം മൃഗധരം വന്ദേ പശൂനാം പതിം വന്ദേ സൂര്യശശാങ്കവഹ്നിനയനം വന്ദേ മുകുന്ദപ്രിയം വന്ദേ
ഭക്തജനാശ്രയം ച വരദം വന്ദേ ശിവം ശങ്കരം. കൃഷ്ണകൃപാസാഗരം കൃഷ്ണകൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം കൃഷ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടേണം കണ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടേണം കൃഷ്ണ. കൃഷ്ണ കൃഷ്ണകൃപാസാഗരം